ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളെല്ലാവരും കൂടിയിട്ട് മാംഗ്ലൂർ പോവുകയാണ്. വേറെ എവിടെയല്ല കേട്ടോ, ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായിട്ടോ. ഇപ്പോൾ സമയം 1 മണിയൊക്കെ ആയി. അങ്ങനെ ഡോക്ടറെ കാണാനാണെങ്കിൽ ഇനി ഒത്തിരി സമയം വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതാ പിള്ളേർ ഇങ്ങനെ മടുത്ത് മൂക്കിലെത്തിയിരിക്കുകയാണ് കേട്ടോ. നല്ല ഇൻട്രസ്റ്റോടെ വന്നതാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അവർക്ക് മടിയായി. പിന്നെ നമ്മൾ അവിടെ തന്നെയുള്ള ഒരു കഫേയിൽ കയറിയിട്ട് ഒരു ബർഗറൊക്കെ വാങ്ങി. അങ്ങനെ അവർക്കുള്ള മടുപ്പൊക്കെ കുറച്ച് കുറഞ്ഞ് അത് കഴിച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും തുടങ്ങി പോവാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ മിക്കുതാ കൊഞ്ഞണം കത്തുന്നുണ്ട്. പിന്നെ ഞാൻ അവരോട് എന്തൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവിടെ പോവാം ഇവിടെ പോവാമെന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ച്. പിന്നെ വീണ്ടും തുടങ്ങിയപ്പോൾ അവിടെ TV പ്ലേ ആക്കിയിട്ടുണ്ട്. അത് നോക്കി നിന്നോന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം അങ്ങനെ നിന്നു. ഇതുവരെ നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റിയില്ല. എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മളിതാ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഞാനിതാ ബിരിയാണിയും പിന്നെ ചിക്കൻ ഫ്രൈ ആണ് ഓർഡർ ചെയ്തത്. ഹസ്ബൻഡിന് അത് തന്നെ മതി എന്ന് പറഞ്ഞ്. പിന്നെ പിള്ളേർക്കാണെങ്കിൽ ഫ്രൈഡ് റൈസ് പറഞ്ഞു. അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു ജ്യൂസും കുടിച്ച്. ചിക്കൻ ജ്യൂസ് ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മളിതാ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ മിഗ്ദാദാണെങ്കിൽ അവന് കാറിന് ഇറങ്ങിയിട്ടില്ല കേട്ടോ. അവന് മടുപ്പ് തോന്നിയിട്ട് അവൻ ഇവിടെ തന്നെ ഇരിക്കുകയെന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരുന്നു. പിന്നെ ലൈബയും ഹാദിയും ഉണ്ടായിരുന്നു. ഒരുപാട് സമയം ഇങ്ങനെ ഇരുന്നിരുന്ന് അവസാനം ഡോക്ടർ വന്ന്. അങ്ങനെ നമ്മളെ ഡോക്ടർ നമ്പർ 37 ആയിരുന്നു. പിന്നെ എല്ലാവരും ഇനിയിപ്പോൾ എത്ര സമയം ഇരിക്കണം എന്നറിയില്ല. അവസാനം എന്താ ഒരു 7:30 മണിയാകുമ്പോഴത്തേക്കും ഡോക്ടറെ കണ്ട്. അതിനിടയിൽ ഞാൻ പിള്ളേരെ കൂട്ടിയിട്ട് അവിടെ മറ്റേ പുതിയ KMC ഹോസ്പിറ്റലിൽ ഞാൻ ഇവിടെ ഹസ്ബൻഡ് ഇവിടെ അഡ്മിറ്റ് ആയപ്പോൾ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് കേക്കും കായ ബ്രൗണി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ബ്രൗണി വേണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അവിടെ കണ്ടപ്പോൾ പിന്നെ ലൈബ കേക്ക് വേണമെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് കേക്ക് സ്ട്രോബെറി കേക്കൊക്കെ വാങ്ങി. ആദ്യമാണെങ്കിൽ ബ്രൗണി വാങ്ങി. പിന്നെ അത് കഴിച്ചിട്ട് ലൈബ കേക്ക് ഓർഡർ ചെയ്ത് അത് വന്നപ്പോൾ ലൈബക്ക് അത് വേണ്ട, സ്ട്രോബെറി കേക്കാണെന്ന് പറഞ്ഞ് അതും വാങ്ങി കൊടുത്തു. അതും വേണ്ട. അവസാനം ലൈസ് വേണമെന്ന് പറഞ്ഞ് 2 കേക്കും കൂടി ഞാൻ കഴിക്കേണ്ട ഒരു അവസ്ഥയായി. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റൽ ഡോക്ടറെ കണ്ടിട്ട് പുറത്ത് വരികയാണ് കേട്ടോ. ഇനി നമുക്ക് പോകേണ്ടത് CC മാളിൽ. അത് കേട്ടപ്പോൾ പിള്ളേർക്ക് സന്തോഷമായി. അവർ വന്നത് തന്നെ അതിന് വേണ്ടിയായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഇവിടെ ഇരുന്നിട്ട് അവർക്ക് മുഷിഞ്ഞു പോയി. അവർക്കാകെ ദേഷ്യം വരാൻ തുടങ്ങി. പോകുന്നില്ലേ നമ്മട്ടായി. അങ്ങനെയൊക്കെ നമ്മൾ CC മാളിൽ കയറിയപ്പോഴാണ് അവർക്ക് സമാധാനമായത്. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ സ്പാറിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ പിന്നെ മിക്കൊക്കെ ഹാദിക്ക് ബാഗും കിറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ കയറി ഇതാ കിറ്റ് എടുത്തു ആദ്യം, പിന്നെ ബാഗ് എടുത്ത്. അങ്ങനെ പിന്നെ ഓരോന്ന് ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ ഓരോരോ ഐറ്റം ഇങ്ങനെ എടുത്തുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബാഗൊക്കെ എടുത്ത് ഇനി വേണ്ടത് ലഞ്ച് ബോക്സ്. അപ്പോൾ ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കി പിന്നെ ഇതാ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വാട്ടർ ബോട്ടിൽ അത് വാങ്ങി. അങ്ങനെ സ്കൂളിലേക്കുള്ള ഐറ്റമൊക്കെ ഏകദേശമായി. പിന്നെ നമ്മൾ നോക്കിയത് ഫുഡ് കോർട്ട് ആ ഒരു ഭാഗത്ത് കുറച്ച് സ്നാക്സിന് വേണ്ടിയിട്ടുള്ള ഐറ്റമൊക്കെ നോക്കിയിട്ടുണ്ട്. അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഇത് ഞാൻ എവിടെ പോയാലും എവിടെ കണ്ടാലും വാങ്ങുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഓഫറിലൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ പിള്ളേർക്കുള്ള ഒരു ഐറ്റം കൂടി വാങ്ങാനുണ്ടായിരുന്നു, പെൻസിൽ ആ ഒരു ഇത്. അങ്ങനെ അത് വാങ്ങി. പിന്നെ നമ്മളെ വീട്ടിലേക്കുള്ള കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഇതാ എൻ്റെ ഈ ഒരു സെക്ഷനിലോട്ട് എത്തുവാണ് കേട്ടോ. നമ്മളെ ബ്യൂട്ടി പ്രൊഡക്റ്റ് അത് ഞാൻ ലാക്മിൻ്റെ ഒരു ഫേസ് മിൽക്ക് മോയ്സ്ചറൈസർ അത് വാങ്ങി. പിന്നെ അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ ബില്ലിങ്ങിന് വേണ്ടി പോവുകയാണ്. ബില്ലൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് വരുമ്പോൾ ഇവിടെ ഒരു ചെയറുണ്ട്, കുഞ്ഞു കസാര. അപ്പോൾ അത് ലൈബൊക്കെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ വീണ്ടും നമ്മളകത്ത് പോയിട്ട് ബില്ലൊക്കെ ചെയ്തിട്ട് അതും വാങ്ങിയിട്ട് നേരെ വിടുവാണ് കേട്ടോ. അതിന് പിന്നെ അവിടെ ഒരു ഷോപ്പ് കണ്ട്. അങ്ങനെ അവിടെ അടുത്ത് തന്നെ സ്പാറിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിൽ കയറി. ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് അങ്ങനെ അതൊക്കെ നോക്കി. പിന്നെ ഹാദിക്കും ലൈബയ്ക്കും മിക്കുവിനും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ്, നല്ല ക്വാളിറ്റിയിലാണ്, അത്യാവശ്യം നല്ല വിലക്കുറവിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. സ്പാറിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പാണ്. എനിക്ക് പേരെന്തോ മറന്നുപോയി. അപ്പോൾ ഷോപ്പിൻ്റെ പേരെന്ന് സ്റ്റൈൽ യൂണിയൻ ആണ് കേട്ടോ. അപ്പോൾ ആ ഷോപ്പിൽ കയറി സ്പാറിൻ്റെ നേരെ തൊട്ടടുത്തുള്ള നല്ല ഐറ്റം ഉണ്ടാക്കട്ടെ, നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വരുന്നവർ അവിടെ നിന്ന് കയറിക്കോ. പിന്നെ നമ്മളത് കിട്ടും മുട്ടുമൊക്കെ ആയിട്ട് അങ്ങനെ ട്രോളിങ് തള്ളിയിട്ട് ഞാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രാത്രി 11 മണിയായി. റോയൽ കേവിൽ കയറി. ഇത് പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്, കുമ്പളയിലാണ് കേട്ടോ. അപ്പോൾ അവിടെ കയറിയിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമൊക്കെ ട്രൈ ചെയ്തു. ഇത് എടുത്ത സാലഡ് നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ഫുഡ് ഒക്കെ വന്ന് അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ആദിക്കും മിക്കുനും ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് അതങ്ങനെ ഓർഡർ ചെയ്തു. പിന്നെ ഞാൻ മൊയ്റ്റയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നല്ല വയറൊക്കെ നിറഞ്ഞ് ഹാപ്പി ആയിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അത്രയുള്ള വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ.